ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം അഥവാ ഗോഡ്, തളപതി വിജയ് നായകനായി വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 5 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഒരു ആക്ഷൻ പാക്ഡ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ. കേരളത്തിൽ ആദ്യ ദിവസം ഈ സിനിമയ്ക്ക് കൂടുതലും കേട്ടത് നെഗറ്റീവ് അഭിപ്രായമായിരുന്നുവെങ്കിൽ തമിഴ്നാട് ഉൾപ്പെടെ വിവിധ അന്യ സംസ്ഥാനങ്ങളിലും ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ എന്നിങ്ങനെ വിദേശ രാജ്യങ്ങളിലുമെല്ലാം തന്നെ ചിത്രത്തിന് എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിലും വിദേശത്ത് നിന്നുമൊക്കെ ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധമായി പുറത്തു വരുന്ന വാർത്തകളൊക്കെ പോസിറ്റീവാണ്. കേരളത്തിൽ നെഗറ്റീവ് അഭിപ്രായം ആദ്യ ദിവസം ചിത്രം നേടിയത് ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ കളക്ഷനെ ബാധിച്ചുവെങ്കിൽ ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് അനുഭവപ്പെട്ടത്. അതിനുള്ള പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് തമിഴ്നാട് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. ആദ്യ ദിവസം കേരള ഗ്രോസ് കളക്ഷനായി 5,80,00,000 നേടിയ സിനിമ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച നേടിയത് 1,60,00,000 രൂപ മാത്രമായിരുന്നു. അങ്ങനെ 2 ദിവസം കൊണ്ട് 7,40,00,000 കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത സിനിമ മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കളക്ട് ചെയ്തത് ഏകദേശം 1,85,00,000 രൂപയാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ 9,25,00,000 രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായി സ്വന്തമാക്കിയത്. ഇനി 4ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ചിത്രത്തിന്റെ കളക്ഷൻ വർദ്ധിക്കുന്ന കാഴ്ചയാണ് ഇന്നും ഉണ്ടായിട്ടുള്ളത്. 4ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ചിത്രത്തിന്റെ കേരള ബുക്കിംഗ് നോക്കുമ്പോൾ ഏകദേശം 2 കോടിക്ക് മുകളിൽ ചിത്രം ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യ 4 ദിവസം കൊണ്ട്, അതായത് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കേരളത്തിൽ നിന്ന് 11-11.5 കോടി റേഞ്ചിൽ ഈ ചിത്രം കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഈ ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 3 ദിവസം കൊണ്ട് 80 കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയെടുത്തത്. ഒന്നാം ദിവസമായ വ്യാഴാഴ്ച 31,50,00,000 സ്വന്തമാക്കിയ സിനിമ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 21 കോടി രൂപയായിരുന്നു കളക്ട് ചെയ്തത്. ഇന്നലെ മൂന്നാം ദിവസമായ ശനിയാഴ്ച 27,50,00,000 സ്വന്തമാക്കി തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ചിത്രം 80 കോടി രൂപ കളക്ട് ചെയ്യുകയായിരുന്നു. വിജയ് ചിത്രമായ ലിയോ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ ശനിയാഴ്ച 25,25,00,000 നേടിയെടുത്ത സ്ഥലത്ത് നിന്നാണ് ദി ഗോട്ട് എന്ന ഏറ്റവും പുതിയ വിജയ് സിനിമ 27,50,00,000 നേടിയെടുത്ത് ലിയോയെ മറികടന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലെ 4ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലെ ബുക്കിംഗ് സ്റ്റാറ്റസ് അനുസരിച്ച് ഈ ചിത്രം 30 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇന്ന് നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യ 4 ദിവസം കൊണ്ട്, അതായത് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി ഈ സിനിമ 110 കോടിക്ക് മുകളിൽ നേടിയെടുക്കുന്നതാണ്. ആദ്യ 3 ദിവസത്തെ കർണാടക കളക്ഷൻ 15 കോടി രൂപയും നോർത്ത് ഇന്ത്യ കളക്ഷൻ ഏകദേശം 9.5 കോടി രൂപയുമാണ്. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഏകദേശം 120 കോടിയോളം രൂപയാണ്. ആദ്യ 3 ദിവസം കൊണ്ട് GCC ഓവർസീസ് കളക്ഷനായി ചിത്രം 105 കോടിയോളം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ഈ വിജയ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 225 കോടി രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 4ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 80 കോടിക്ക് മുകളിൽ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ആദ്യ 4 ദിവസത്തെ വീക്കെൻഡ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ചിത്രം 300 കോടി മറികടക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന ഈ വിജയ് ചിത്രത്തിന്റെ കാര്യം നമ്മൾ വിചാരിച്ചത് പോലൊന്നുമല്ല. കേരളത്തിൽ നെഗറ്റീവ് അഭിപ്രായമാണ് ഈ ചിത്രത്തിന് ലഭിച്ചതെങ്കിലും ചിത്രം തമിഴ്നാട് ഉൾപ്പെടെ മറ്റ് അന്യ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും മികച്ച കളക്ഷൻ തന്നെയാണ് നേടിയെടുത്ത് മുന്നേറുന്നത്. ഇനി ഈ ചിത്രം വിജയിച്ച് സൂപ്പർ ഹിറ്റ് അടിക്കുമോ എന്നറിയാനായിട്ട് നാളെ തിങ്കളാഴ്ച മുതലുള്ള കളക്ഷൻ നിർണായകമായിരിക്കും. ദി ഗോട്ട് എന്ന സിനിമയെക്കുറിച്ചും ഈ വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.